ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ചെറുപയർ പരിപ്പും അരിയും വെച്ചിട്ടുള്ള ഒരു അടിപൊളി പായസത്തിൻ്റെ റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇതുണ്ടാക്കാനായിട്ട് ഒരു 5 ശർക്കര ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ തിളച്ച് കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലിട്ട് ഇതൊന്ന് ഉരുക്കിയെടുക്കാം. അപ്പോൾ ഇതാ ഈ ശർക്കര നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായി ഉരുക്കി കിട്ടുവോളൊന്ന് ലോ ഫ്ലെയിമിലിട്ട് തന്നെ തിളപ്പിച്ചെടുക്കാം. ഇനി ഇതാ പായസം ഉണ്ടാക്കാനായിട്ട് ഞാൻ 1 കപ്പ് ഉണങ്ങലരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 1 കപ്പ് ഉണങ്ങലരിക്ക് 2 കപ്പ് വെള്ളം എന്നുള്ള രീതിയിൽ കുക്കറിൽ വെച്ച് കൊടുത്തിട്ട് ഒരു 2 വിസിൽ വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇതിലേക്ക് ഞാനൊരു 2 തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് മിക്സിയിൽ ഒന്ന് അരച്ചെടുത്ത് ഇതിൻ്റെ പാലൊക്കെ ഒന്ന് പിഴിഞ്ഞെടുക്കാം. അപ്പോൾ അതാ 1-ാം പാലും 2-ാം പാലൊക്കെ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് വേണ്ടത് ചെറുപയർ പരിപ്പാണ്. ഈ ചെറുപയർ പരിപ്പ് ഒന്നിട്ട് വറുത്തെടുക്കണം. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് വറുത്തെടുക്കണം, കരിയാതെ നോക്കണം. ഇനി ഇതാ നേരത്തെ വേവിക്കാൻ വെച്ച അരി ഒരു മീഡിയം വേവായിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മുടെ ഈ ചെറുപയർ പരിപ്പ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇളം ചൂടുവെള്ളം, ഈ ചെറുപയർ ഒന്ന് വേവാൻ ആവശ്യമായിട്ടുള്ള ഇളം ചൂടുവെള്ളം കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ചെറുപയർ പരിപ്പിന് അധികം വേവൊന്നുമില്ല, അതുകൊണ്ടാണിത് രണ്ടാമത് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഒരു വിസിൽ വേവിച്ചാൽ തന്നെ മതിയാകും. ചെറുപയർ പരിപ്പ് നന്നായി വെന്ത് കിട്ടും. ഇനി നേരത്തെ ഒരുക്കി വെച്ച ശർക്കരയൊക്കെ ഒന്ന് അരിച്ചെടുക്കാം. ശർക്കര അതിൽ അഴുക്കൊക്കെ ഉണ്ടാവും, അതുകൊണ്ടാണ് ഇതൊന്ന് അരിച്ചെടുക്കുന്നത്. ഇനി ഇതാ ചെറുപയർ പരിപ്പ് അരിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഒരു പാകത്തെ വേവാണ് കേട്ടോ നമ്മുടെ ഈ ഒരു പായസത്തിന് ടേസ്റ്റ് കിട്ടുക. ഇനി ഇതാ അരി വെന്ത് വന്നതിലേക്ക് നമുക്ക് ഈ 2-ാം പാൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ തേങ്ങാപ്പാലാണ് കേട്ടോ ഈ ഒരു പായസത്തിന് കൂടുതൽ ടേസ്റ്റ് കിട്ടുക. അപ്പം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് യോജിപ്പിച്ചെടുക്കുക. തേങ്ങാപ്പാലില്ലെങ്കിൽ പശുവിൻ പാൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്, എങ്കിലും കൂടുതൽ ടേസ്റ്റ് തേങ്ങാപ്പാൽ തന്നെയാണ്. ഇതിലേക്ക് ചെറിയ ജീരകം ഒന്ന് വറുത്ത് പൊടിച്ചിടാണ്ട്, അപ്പോൾ ആ ചെറിയ ജീരകം ഞാനൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വറുത്തെടുത്തിട്ട് മിക്സി ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ചൂടോടെ തന്നെ പൊടിച്ചെടുത്താൽ നന്നായി പൊടിഞ്ഞ് കിട്ടും. ഇനി ഇതൊരു 1/2 സ്പൂണ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 4 ഏലക്കായ കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ പായസത്തിലേക്ക് ലാസ്റ്റാണ് 1-ാം പാൽ ഒഴിച്ച് കൊടുക്കേണ്ടത്. ഇനി 1-ാം പാൽ കൂടി ഞാനിതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. തേങ്ങാപ്പാലില്ലെങ്കിൽ പശുവിൻ പാൽ ചേർത്തിട്ടും ഈ ഒരു പായസം തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു പായസത്തിലേക്ക് മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ലേശം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇത് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒന്ന് നെയ്യിൽ വഴറ്റി കൊടുത്തിട്ട് ഞാനിതാ ഈ പായസത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു അടിപൊളി പായസം തന്നെയാണിത്. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ചെറുപയർ മാത്രം വെച്ചിട്ടും അതുപോലെ അരി മാത്രം വെച്ചിട്ടൊക്കെ ഉണങ്ങലരി മാത്രം വെച്ചിട്ടൊക്കെ പായസം ഉണ്ടാക്കാവുന്നതാണ്.